വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വിശേഷങ്ങളും പാചകവും എല്ലാം പാചകമൊക്കെയാണല്ലോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഉണ്ടല്ലോ എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്തോണം. സപ്പോർട്ട് ഇനി തൊട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വെച്ചാണ് അടി വരുന്നത്. ലൈക്ക് ചെയ്യണം, ലൈക്ക് ബട്ടനെ ഞെക്കിക്കോണം. ഇതെല്ലാം ഞാൻ എന്നും പറയും. എന്നെക്കൊണ്ട് എന്നും പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ ടീച്ചറിനെ കൊണ്ട്? എല്ലാവരും അതങ്ങ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ പോലെ. ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണുന്നില്ലേ? എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണുന്നുണ്ട്, ഒന്നുപോലും മുടങ്ങാതെ മിക്കവരുടെയും വീഡിയോ. ഇനി പുതിയ ആൾക്കാരെയൊക്കെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക കേട്ടോ. കഴിച്ചിട്ട് മുരിഞ്ഞ ദോശ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കുന്ന ദോശ കേട്ടോ. ഇതുപോലെ ഏത് വാരിമാരി ചെയ്യും. മൊരിഞ്ഞ ദോശ തിന്നണമെന്ന് മൊരിഞ്ഞ ദോശ കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കട്ടൻ ചായ, പഴം എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ കൂട്ടി ഞങ്ങളൊന്ന് കഴിക്കട്ടെ. ചേട്ടൻ രാവിലെ അമ്മയ്ക്കൊരു സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട്, തിന്നോന്നും പറഞ്ഞ്. റബ്ബർ പോലെ ഇരിക്കും. എന്നാ അത് ആര് തന്നോ കൊണ്ടു തന്നാണോ? ആണോ? ആ, അതെന്നാ സംഭവം എന്നറിയോ? രജ്മ എന്ന് പറയുന്ന പയറാണ്. രാജം. അതിനകത്ത് ചിലവർ രജ്മ എന്ന് പറയുന്നത് അതാണ്. അത് കൊണ്ട് കൊടുത്തിട്ട് തിന്നോന്ന് പറയും. റബ്ബർ പോലാണ് അത് സംഭവം ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, ഇതിനകത്ത് യൂട്യൂബിലൊക്കെ കാണിക്കുന്നുണ്ട്. അത് തിന്നാളാൻ പറഞ്ഞു, ആരോഗ്യത്തിന് നല്ലതാണ് എന്നും പറഞ്ഞു ഒരുങ്ങി ടൗണിൽ പോവാ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് നീലുമ്മ അങ്ങനെ ടൗൺ വരെയൊക്കെ ഒന്ന് പോവാം. ഞാനപ്പം പതുക്കെ നീങ്ങട്ടെ അടുക്കളയിലോട്ടെ. ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി പണിയുണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് ഞാൻ വൈകി. അയ്യോ വൈകി. ഇന്നേ രാവിലെ അയ്യോ ചേട്ടൻ്റെ ലീലാവിലാസമാണ്. ഇന്ന് രാവിലെ വലിയൊരു പണി ഞാനും ചേട്ടനും കൂടെ ചെയ്തേ. ചേട്ടൻ വെട്ടിയെങ്കിലും ഞാൻ അതിൻ്റെ ബാക്കി ചെയ്യണ്ടേ. അതുകൊണ്ട് ഇന്ന് തുണി നനയൊന്നും നടന്നില്ല. ഷർട്ടൊക്കെ കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നിനി എനിക്ക് വയ്യ ഷർട്ടൊന്നും നനയ്ക്കാൻ എന്ന് പറഞ്ഞു. മുരിങ്ങ നോക്കിക്കേ, ഫുൾ വെട്ടി. കാരണം ഇനി പൊട്ടിക്കിളുക്കട്ടെ. പൊട്ടിക്കിളുത്ത് വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അതാണ് വെട്ടിയത്. കണ്ട, അങ്ങനെ ഓരോന്നും വെട്ടി. ഇനി നമുക്കതിനെ പൊട്ടിക്കിളുത്തതാ. അതിൻ്റെ വലിയ മണ്ട കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗം വെട്ടിയത് സൈഡിലിട്ടിട്ടുണ്ട്. എന്തേലും വാഴയോ എന്തേലും വരുമ്പോൾ നമുക്കതിന് ഒത കൊടുക്കാമല്ലോ. അപ്പം ഇനി നമുക്ക് അടുക്കള ചെല്ലാം കേട്ടോ. അപ്പം രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെയാണ് ഞാനിപ്പം മുരിങ്ങ എല്ലാം കൊണ്ട് കാണിച്ചില്ലായിരുന്നു. ഇത് ഉണക്കച്ചമ്മീനായിരുന്നു കറിയേ. ഇതൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചതങ്ങ് വെക്കാം. കഴുകിയെടുത്ത് വെച്ചേക്കുവാണ്, വറക്കാൻ വെക്കട്ടെ. അപ്പോഴേ രാവിലെ അതിൻ്റെ പുറകെ പോയി മുരിങ്ങയുടെ. അപ്പം ചേട്ടൻ അതിൻ്റെ മേളിൽ കയറി നിൽക്കുക. അപ്പം നമുക്കിവിടെ അടുക്കളയിൽ നിന്ന് നിൽക്കപ്പുറതയുണ്ടോ? ചേട്ടൻ പറഞ്ഞു നീ അവിടെ ചെയ്തോ, ജോലി ചെയ്തോ, ഞാൻ വിളിക്കുമ്പം വന്നാൽ മതിയെന്ന്. ശരിയായിരുന്നു, അങ്ങനെയായിരുന്നു പോയത്. അപ്പം അന്നേരം ഏത് നിമിഷം ഇപ്പം വിളിക്കും. അപ്പം ഞാൻ ദോശ ചമ്മന്തി ഉണ്ടാക്കി നേരത്തെ വെച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പുറകെ പോയത്. അപ്പം മോൻ്റെ ഷർട്ടൊക്കെ 3-4 കിടപ്പുണ്ടേ. ചേട്ടൻ്റെ ഷർട്ടും ഉണ്ട്. ചേട്ടൻ പക്ഷെ അതങ്ങ് നനച്ചു. മോൻ്റെ ഷർട്ടൊക്കെ ഉണ്ട്. ഞാൻ ബലമായിട്ട് പിടിച്ചത് നനച്ചു പോലെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊച്ചിൻ്റെ ഷർട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ പോയതുകൊണ്ട് പിന്നെ ആ ഷർട്ട് തന്നെ ഒന്നും നടന്നില്ല. എനിക്കൊരു കാര്യമുണ്ട്, രാവിലെ വെയിലുദിക്കുന്നതിന് മുമ്പ് അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യണം. ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിയർക്കത്തില്ലേ. അതുകൊണ്ട് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ ഇപ്പം. എന്താ ചൂടല്ലേ, സൂര്യഭഗവാൻ കോപിച്ച് നിൽക്കുവാന്ന് തോന്നുന്നു. ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമുക്ക്
നനയ്ക്കുന്നവരൊക്കെ വെയിലുദിക്കുന്നതിന് മുമ്പ് അങ്ങ് നനച്ചോണം കേട്ടോ. കൈകൊണ്ട് നനയ്ക്കാനുള്ളവരൊക്കെ മിഷനകത്ത് തന്നെ പതുക്കെ ഇട്ടാൽ മതിയല്ലോ. കുറച്ച് മിഷനകത്ത് ഇടാനല്ലേ, അത് 2-3 ദിവസം കൂടുമ്പോൾ എനിക്ക് ഇട്ടാൽ മതി. അല്ലാതെ കൈകൊണ്ട് നനയ്ക്കാൻ അത് മാത്രമേ ഉള്ളായിരുന്നു. അവന്റെ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ മിഷനകത്ത് പിറ്റേ ദിവസം തന്നെ ഇട്ടായിരുന്നു. ഷർട്ട് പിന്നെ ധൃതിയില്ല, കുറേ ഷർട്ട് പിള്ളേർക്ക് ഉണ്ടല്ലോ. അതെല്ലാം ചേട്ടനാണെങ്കിൽ ഉള്ളതെല്ലാം തേച്ചും വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകാനുള്ളത് അവന് ഇഷ്ടംമാരിയുണ്ട്. ഇന്ന് അവന് ആവശ്യത്തിലേറെ ഷർട്ട് അലമാരി തേച്ച് വെച്ചൊരു ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് ആവശ്യത്തിനുള്ളത് എടുത്തോണ്ട് പോയി. ചേട്ടൻ തന്നെയാണ് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം കൊടുത്തു വിട്ടു. ചെന്നിട്ട് അവൻ വിളിക്കുകയും ചെയ്തു. അപ്പം പറഞ്ഞു വന്നത് ഇന്ന് അതിന്റെ അടുത്ത് പോയുണ്ട് ഷർട്ടിനെ ചേട്ടൻ പറഞ്ഞു, നീ ഞാൻ നാളെ നനച്ചാൽ മതി. നമ്മൾ അത്രേ ഉള്ളു കേട്ടാന്ന് പറഞ്ഞു. കാരണം വെയില് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. ആ കമ്പുകളെല്ലാം കൊണ്ട് ഞാൻ കളയാനും വെറുക്കാനും അവിടെ തൂത്തിടാനും എല്ലാം പോയി. ഒരു ജോലി നമ്മൾ വലിയൊരു പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ, പാടല്ലേ, പിന്നെ ധൃതിയില്ലല്ലോ. അങ്ങനെ ധൃതി വെച്ച് നനയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നനയ്ക്കാൻ കേട്ടോ. നമുക്ക് അത്യാവശ്യം ഭയങ്കര ഇതാണെങ്കിൽ ശരിയാ, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമായിരുന്നു. പിന്നെ അപ്പൊ നമുക്ക് ഞാൻ വിചാരിച്ചിരുന്നു സത്യം പറഞ്ഞ കറി വെക്കാൻ ഒരു കിറ്റ് വാങ്ങിച്ചിരിപ്പുണ്ട്. അതിനകത്ത് എന്നതാ ഒരു തേങ്ങാപ്പൂള് പോലത്തെ ഒരു ചെറിയ കിറ്റാ മേടിച്ചെടുത്താണ്. ആ വലിയ കിറ്റിനുള്ള ആൾ അവിടെ വന്നിട്ടില്ലായിരുന്നു. അപ്പം ചെറിയൊരു കിറ്റ് വാങ്ങിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്തൊരു തേങ്ങാപ്പൂള് ഒരു മത്തങ്ങ ഉണ്ട്. അത് ആരുടെ വായി വെക്കാനാ? ഇവിടെ എരിശ്ശേരി വലിയ താല്പര്യമില്ല, അമ്മയ്ക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അത് പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും വെച്ച് കൊടുക്കാം. പിന്നെ എന്നാ അവിയൽ മാടുത്തു. എനിക്ക് അവിയലെന്ന് കേൾക്കുമ്പോ ഇപ്പൊ ഭയങ്കര ചക്കവിയലൊക്കെ അല്ലായിരുന്നു ഇടയ്ക്ക് മുഴുവൻ. ഏട്ടനും പറഞ്ഞു ഇപ്പൊ അവിയൽ വേണ്ടെന്ന്. പിന്നെ ഇഷ്ടമുള്ള വെച്ചോ, പുള്ളിക്ക് അങ്ങനൊന്നും ഇല്ല, എന്താന്ന് വെച്ചാലും അത് കൂട്ടും. അപ്പൊ ഇതിഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടല്ലോ ഉണക്കച്ചെമ്മീൻ. അപ്പൊ ചേട്ടനാണെങ്കിലും ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ച ഉണക്കച്ചെമ്മീൻ ആകുമ്പോ നമുക്ക് കറിയൊക്കെ വെച്ച് നമ്മുടെ ചോറിനകത്തോട്ട് ഒഴിച്ചങ്ങ് കഴിക്കാലോന്ന് ഓർത്തു. പിന്നെ നമ്മുടെ മുരിങ്ങയില, അമ്മ ഇച്ചിരി മുരിങ്ങയില മോനഞ്ചേട്ടൻ കാണുമായിരിക്കും, ഇച്ചിരി വാങ്ങിച്ചു കൊടുത്തരാം. മുരിങ്ങയില മോൻചേട്ടനോട് പറഞ്ഞാൽ മതി. എന്നാന്നോ നമ്മുടെ മുരിങ്ങന്ന് ഇച്ചിരിയേ കിട്ടിയുള്ളൂ. രാവിലെ എന്നോട് പറഞ്ഞതാ കേട്ടോ. ഇച്ചിരി ഒടിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ, മോൻചേട്ടൻ പറിച്ചു തരും. അപ്പൊ നമ്മുടെ മുരിങ്ങയില ശകല മുരിങ്ങ, വെട്ടിയ മുരിങ്ങയുടെ കമ്പ് മുരിങ്ങയിലൊക്കെ ഒരുമാതിരി വാടി നിന്ന് അധികം ഇല്ല. അപ്പം മോനഞ്ചേനില്ല നമ്മുടെ അശ്വതിയുടെ അച്ഛൻ അപ്പൊ പറഞ്ഞു മോൻചേട്ടൻ അപ്പൊ ഇത് കമ്പ് കളയുന്നപ്പോ എന്നോട് വന്നു, പിന്നെ മുരിങ്ങയിലേക്ക് അങ്ങോട്ട് പോരരുത്. ഞാൻ പറഞ്ഞു മോൻചേട്ടാ ഇതേലുള്ളത് വെക്കാൻ നോക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വലിയ വെയിറ്റ് ഇട്ട് ഞാൻ, അതുകൊണ്ടാ ഇന്ന് വെച്ചേക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ ആ വെയിറ്റ് തന്നിട്ട് അമ്മയോട് പറയായിരുന്നു ഇച്ചിരി മുരിങ്ങയില മോൻചേട്ടൻ എടുത്തുനിന്ന് മേടിച്ചോണ്ട് വാ. അവർക്ക് ഇങ്ങനെ ഇത്രയും പൊക്കെയുള്ള ഇങ്ങനെ ഒടിച്ചെടുക്കാനുള്ളത് ഇഷ്ടംമാരുണ്ട്. അവൾ ഒടിക്കുമ്പോഴല്ല എനിക്ക് തരും. അപ്പം എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും എടുക്കും. അപ്പറേ സതിയുണ്ട്, അവളും ഞങ്ങളെല്ലാവരും, ജയശ്രീ ചേച്ചിയുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആരുടെയിലാ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഇന്നവരെന്നോ അവരെന്നോ ഇവരെന്നോ ഒന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ എല്ലാവരും കൂടി വർത്താനൊക്കെ പറയും. പിന്നെ ഇന്നലെ കുറേ നേരം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് നല്ല രസമായിരുന്നു. അവളും മറ്റവളും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു, രേഖയും കൂടെ. അവൾ സാരല്ല ഇങ്ങോട്ടല്ലേ വരുന്നു. അങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരു എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു കറിയും വെച്ച് മുരിങ്ങയില തോരനും വെക്കാം. പിന്നെ തേങ്ങായും വറ്റലമുളക് ചുട്ട് വെച്ചിട്ടുണ്ട്. എന്നാ പുളിയും ഇഞ്ചി എല്ലാം കൂടെ ഉള്ളി എല്ലാം കൂടെ വെച്ച് നമ്മുടെ മൂത്ത ചേച്ചി കല്ലേ വെച്ചരച്ചില്ലേ, ഞാൻ കല്ലേലല്ല, അന്നെനിക്ക് വയ്യ കല്ലേലൊന്നും അരയ്ക്കാൻ. അപ്പം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചൊരു ചമ്മന്തി അരയ്ക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ രാജമ്മ എന്ന് പറയുന്ന പയറില്ലേ, രാജമ്മ, നമ്മുടെ അമ്മയുടെ പേരാ. രച്മ എന്ന് ചിലടത്ത് പറയും. ചേട്ടന്റെ സൗദിയിലൊക്കെ രാജമ്മ എന്നാ പറയുന്നതെന്ന് പറഞ്ഞു. അവനെ എടുത്ത് ദേ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ വലിയ പയറാ, കണ്ടോ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ ഈ പയറ്. ഇതിനെ നല്ല ഉള്ളിയെല്ലാം ഇട്ട് ചതച്ചങ്ങോട്ട് മെഴുക്കുവരട്ടി വെക്കാം. ഇത് എന്തിനാന്നറിയാം, ഇപ്പൊ എടുക്കാനല്ല, വൈകിട്ട് ഇന്ന് കഞ്ഞിയ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ചെയ്യട്ടെ. ആദ്യം ഉണക്കച്ചെമ്മീന്റെ കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. അരച്ചെല്ലാം വെച്ചേക്കുവാണ്. അപ്പം ഇനി നമുക്ക് പിന്നെ കാണാം.
അപ്പോഴേ നമ്മുടെ ഉണക്കച്ചെമ്മീന് വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ എടുത്ത് നമ്മുടെ ഇങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് എന്താ എടുക്കണ്ടേ? മാങ്ങ, പച്ചമുളക്, ചക്കക്കുരു എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതും ഇട്ടു. കറിവേപ്പില ഇട്ടു. ഇത് മേടിച്ച കറിവേപ്പില, ഇത് കൊള്ളത്തില്ല കേട്ടോ, ആരും ഉപയോഗിക്കണ്ട. മേടിച്ചൊന്നും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം കൊള്ളത്തില്ല, എല്ലാം അറിയാം. എന്നിരുന്നാലും വേറെ മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ കരിവേപ്പില കിറ്റിനകത്ത് കിട്ടിയതാണേ, അത് ഉപയോഗിച്ചു. ഇനി നമ്മുടെ അരപ്പും, അയ്യോ ചെമ്മീനെ പൊടിച്ചില്ല, ചെമ്മീനെ പൊടിച്ചിട്ട് വരാവേ, ഓടി വരാം, ഒറ്റ മിനിറ്റ്. ചെമ്മീനെ പൊടിച്ചു, അരപ്പും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് ഒറ്റ കറക്കും കറക്കി. അരപ്പ് നേരത്തെ നന്നായിട്ട് അരച്ചു വെച്ചേക്കുമായിരുന്നു, അതിനകത്തോട്ട് തന്നെ ചെമ്മീനെയും കൂടി ഇട്ടു. ഇപ്പൊ അതും ഇട്ട് വെള്ളം ഒഴിച്ച മിക്സി അങ്ങോട്ട് കഴുകി അങ്ങോട്ട് അവന് ഒഴിക്കാം. പോരെ. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇന്നലെ അങ്ങാണ്ട് ഞാൻ മിനിഞ്ഞാന്ന് മത്തിക്കറി വെച്ചപ്പം എല്ലാവർക്കും ടെൻഷൻ അല്ലായിരുന്നോ? ഒത്തിരി പുളിയായോ ജയേ, പുളി കൂടുതലല്ലേ ജയേ, പുളി കൂടുതലല്ലേ ജയേന്നും പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്റെ ചേട്ടൻ പ്രഗ്നന്റ് എന്നും എന്താന്നറിയാവോ, എത്ര പുളി കൂടിയാലും നമ്മൾ അങ്ങനെ ഒരു സംഭവം പേടിക്കുകയേ വേണ്ട. പുളി കൂടുതലാണെന്നും പറഞ്ഞ ചേട്ടൻ എന്നെ ഇന്ന് വരെ ചീത്ത പറയത്തില്ല. കാരണം പുളി ഭയങ്കര ഇഷ്ടം, പുളി ഇല്ലെങ്കിൽ ദേഷ്യം. അതുകൊണ്ട് ഇരുമ്പപ്പുളി കുറെ അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആർക്കും അമ്മയ്ക്കും പുളിയൊന്നും കൂടെ ഇല്ലായിരുന്നു. കാരണം ഇരുമ്പപ്പുളിക്ക് ഒത്തിരി പുളിയെന്നൊന്നും പറയാനില്ല. അരിഞ്ഞെല്ലാം കൂടുതൽ ഇട്ടെങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാരും ഓർത്തു കേട്ടോ, പുളി കൂടുതലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അന്നേരം അത് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ആ ചമ്മന്തി അങ്ങ് അരച്ചു വെച്ചേക്കാം. അമ്മ മുരിങ്ങയിലേക്ക് പോയിട്ടുണ്ട്, അത് മേടിച്ചുകൊണ്ട് വരുമ്പോ നമുക്ക് അരിയുമ്പം കാണാം കേട്ടോ. അപ്പോഴേ നമുക്ക് ചമ്മന്തി അങ്ങ് അരച്ചേക്കാം. മിക്സിക്ക് എന്റെ പ്രീതി മിക്സിയാണേ. സുപ്രിയയുടെ മിക്സി ഇതുവരെ ശരിയാക്കിയില്ല. സുപ്രിയ ചേട്ടനോട് പറഞ്ഞേ ഇതെന്തൊരു പരിപാടിയാ മിക്സി ആയിട്ട് ഒന്ന് റെഡിയാക്കാൻ. ഇത്ര ദിവസമായി പാവം മിക്സി ശരിയായില്ലെന്ന് പറയാൻ തുടങ്ങിട്ടോ. ചേട്ടനും പറഞ്ഞ പോലെ സമയം കിട്ടണ്ടേ, അതായിരിക്കും അല്ലേ. അപ്പം നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് കാണാവേ. അങ്ങനെ നമ്മുടെ നിരന്തരമായ പരിശ്രമം മൂലം നമ്മുടെ ചമ്മന്തി റെഡിയായി മിക്സിയിൽ കേട്ടോ. നല്ല ഊരിട്ടി അങ്ങോട്ട് അവനെ എടുക്കാം. ഇതാ നല്ല അടിപൊളി ചമ്മന്തിയാണ്. എല്ലാം നമ്മൾ വെക്കുന്ന സ്വന്തമായിട്ട് പറിച്ചില്ല അല്ലെ, പൊങ്ങത്തരം അടിപൊളി. അല്ല നമ്മുടെ സ്വന്തമായിട്ട് വെച്ചിട്ട് ചീത്തയാണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാര് നമ്മളെ എപ്പോ അടിച്ചോടിച്ചോന്ന് വിചാരിച്ചാൽ മതി അല്ലേ. നമ്മുടെ അമ്മ അതേ മുരിങ്ങയിലായിട്ട് വന്നു. അശ്വതിയുടെ അവിടുന്ന് കണ്ട മോനം ചേട്ടൻ പത്മിനി ചേച്ചി എടുത്തു കൊടുത്താണ്. കണ്ടല്ലോ ഞങ്ങളുടെ കസിൻ തന്നെ കേട്ടോ. 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി മുരിങ്ങയില. ജിങ്കിട് ജിങ്കോ. അപ്പം നമ്മുടെ ചമ്മന്തി ടേസ്റ്റ് ചെയ്യുന്നില്ല, ടേസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളി പൊളി അടിപൊളി. സ്വന്തമായിട്ട് പറയുക എല്ലാം അടിപൊളിയാണ്. ആർക്കേലും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോ ഇല്ല, എന്നിട്ട് ചുമ്മാ അടിച്ചും വിടുക. ഇനി നമ്മുടെ
അയ്യോ, നമ്മുടെ ഉണക്കച്ചെമ്മീനകത്തോട്ട് നമ്മുടെ കരിവേപ്പില കുറച്ചിട്ടില്ലായിരുന്നല്ലോ. കഴുകിയെല്ലാം വെച്ചേക്കുന്ന ഈ കരിവേപ്പിലയും കൂടെ നമ്മുടെ ചെമ്മീൻ കറിക്കിട്ടേക്കാം അല്ലേ. ചെമ്മീൻ അങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് കഴുകി വെക്കും. എനിക്കൊരു കാര്യമുണ്ട്, അന്നേരം കഴുകി വെക്കണം. ഇന്ന് ചേട്ടൻ പുറത്തോട്ട് പോയി, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഷർട്ട് നനയ്ക്കാൻ. അപ്പൊ അത് രാവിലെ നോക്കിയപ്പോ മുരിങ്ങ കയറുന്നു. എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞ എനിക്കിന്ന് ഷർട്ടൊക്കെ നനയ്ക്കാനുണ്ട്. അപ്പൊ പറഞ്ഞ എന്നാ നീ എന്റെ ഈ ഷർട്ടോടെ നനച്ചേക്കണീന്ന്. ഇവിടെ എല്ലാം ഇട്ടായിട്ട് ഞാൻ എല്ലാം നനച്ചേക്കാം. ചിലപ്പോ ചേട്ടന്റെ നനയ്ക്കുന്നത് ഞാൻ ഇഷ്ടം തന്നെ നനയ്ക്കുന്നത്. അവിടെ വെച്ചൊക്കെ അങ്ങനത്തെ ഇതായിരുന്നല്ലോ. പിന്നെ ഞാൻ നനയ്ക്കുമ്പോ ഞാൻ പറയും ഇന്ന് ഞാൻ നനയ്ക്കുന്നുണ്ട് അവിടെ ഇട്ടേക്കാൻ പറഞ്ഞ ചിലപ്പോ കേൾക്കത്തില്ല, ചിലപ്പോ ഇടും. അപ്പൊ ഇന്നിട്ടായിരുന്നു. ഇന്നിട്ടിട്ട് എന്നോട് നീ നനയ്ക്കുമ്പോ നനച്ചോളാം. ആ പറഞ്ഞ ആള് മുരിങ്ങയുടെ മണ്ട രാവിലെ നോക്കിയപ്പോൾ ഒരു പണിയില്ല, എന്നിട്ട് മുരിങ്ങയുടെ മണ്ട കയറിയിരിക്കും. അപ്പം നമ്മൾ അവിടെ പോയിരുന്ന് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് അപ്പൊ എന്റെ മുഖം ഇങ്ങനായി മുരിങ്ങയുടെ മണ്ട കയറി. എന്നാന്നറിയോ, രാവിലെ ദോശ ഒരു 5 എണ്ണം കൂടെ ചുടണമായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അത് ചുട്ടോണ്ടിരിക്കുന്നു. ചമ്മന്തി അരച്ചില്ല, അരയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. മോന് കടലക്കറിയും ദോശയും കൂടെ കൊടുത്തു വിട്ടു. അവൻ കഴിച്ചോണ്ട് പോയി, മൂത്തയാള്. ഇളയതിന്റെ പരീക്ഷയുണ്ട്, അവധി. അങ്ങനെ അല്ല, ഇനി അവന് 24-ാം തീയതി പോയാൽ മതി. അന്നേരം ഉണ്ടല്ലോ ഇങ്ങനായി. അപ്പൊ എന്നിട്ട് എന്റെ മോന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായെന്ന് തോന്നേ. അപ്പൊ എന്നോട് പറയാം, നിന്നെ വിളിക്കുമ്പം വന്നാൽ മതി. വിളിക്കുമ്പം വരണോ വേണ്ടയോ, ചെല്ലണ്ടേ? അപ്പൊ ഞാനിവിടെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ധൃതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യണം, ഉള്ള കാര്യം പറയാം. നല്ല സ്പീഡാണേ, പക്ഷെ വേറെ ഒന്നിനും പോകരുത്. നമ്മൾ ഇതിനൊക്കെ നിൽക്കണം. അപ്പൊ മേളിൽ ഇരുന്നോണ്ട് എടിയേ ഡീ ചവിട്ടുവാ കോരിയൊന്നും എടുത്തോണ്ട് വന്ന ചപ്പുവാരി. ഓ ശരി. എനിക്ക് ഭയങ്കര ക്ഷമയാണ്. ഞാൻ എന്നിട്ട് എടുത്തോണ്ട് കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, ശരി പൊക്കോ. ഇച്ചിരി കഴിഞ്ഞ് ചമ്മന്തി കടുക് കൊടുത്തോണ്ടപ്പോ ഡീ ആ ചവിട്ടുക ഇത് മാറ്റി കോരിയെല്ലാം വെച്ചിട്ട് അപ്പൊ ഞാൻ എണിയെ നിന്ന് അതിങ്ങോട്ട് മേടിക്കണം. ചേട്ടന് 10 പ്രാവശ്യം ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ വരുന്നേന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ചമ്മന്തിയൊക്കെ കടുക് വറുത്തെല്ലാം കഴിഞ്ഞ് പതുക്കെ ചെന്ന് അപ്പൊ അവിടെ നിന്ന് വിളിച്ചെടുക്കണം. ധൃതി വെക്കണ്ടേ. എന്റെ സ്വഭാവ മുഖം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ അവിടെ ചെന്നു. ദോശയും ചുട്ടു വെച്ചു. പറഞ്ഞു എന്ത് ചെയ്യേ അങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. വാങ്ങിച്ചു കൊണ്ട് കളഞ്ഞു. ഇത് കളഞ്ഞു കഴിഞ്ഞിട്ട് അവിടുന്ന് താഴെ ഇറങ്ങി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ആ തൂക്കുന്ന സാധനം കൂടി ഇങ്ങെടുത്തോ, അതും ഇന്നെ കൊണ്ടെടുത്തോ. ഇതിനെല്ലാം ഇവരുടെ വിചാരം, ആണുങ്ങളുടെ വിചാരം അവരൊരു പണിക്ക് പോയാൽ അവരുടെ പണി മാത്രമേ ഉള്ളൂ. ചേട്ടനൊന്നും പറയുന്നില്ല, ഞാൻ പറയുക. നമുക്ക് 100 പണികളുണ്ടെന്ന് ഓർത്തോണം. എത്ര പണിയുടെ ഇടയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത് അല്ലേ. അപ്പൊ അതിനിടെ ഇങ്ങനെ പണികളെന്നാ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് വയ്യ. ഞാൻ എല്ലാം കഴിഞ്ഞ് തൂത്തുവാരി എല്ലാം ഇട്ടെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഫാനും ഇട്ട് കുറച്ചു നേരം ഇരുന്നപ്പോ എന്നോട് ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഞാൻ നനയ്ക്കുന്നില്ല. ഇന്ന് അടുക്കള പണി ഉച്ചക്കലത്തേക്കുള്ള കിടക്കുവാണ്, അതുകൊണ്ട് ഇന്ന് തന്നെ. അപ്പം അമ്മയോടെ ഞാൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇന്ന് നനയ്ക്കണ്ടടി, നാളെ മതി എന്ന്. നമ്മൾ അത്ര നാളെ ഉള്ളെന്ന് പറഞ്ഞു. എനിക്കെല്ലാം എല്ലാം കൂടി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ടൗണിൽ പോയേക്കോ, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ചിലപ്പോ ചേട്ടൻ വീഡിയോ ഒന്നും കാണാനില്ല. അപ്പൊ നമുക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മളുള്ളല്ലേ പറയുന്നല്ലേ. ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്റെ സാരം. പിന്നെ ചെമ്മീൻ കറി നമുക്ക് നോക്കാം, തിളച്ചൊന്നു കേട്ടോ. തിളച്ച് മറിയുന്നുണ്ടേ. തീ കുറച്ച് വെക്കാം, എന്നെങ്കിലേ പതുക്കെ വെന്ത് മാങ്ങാടെ പുളി ഇറങ്ങത്തുള്ളൂ. അതൊക്കെ അറിയാലോ എല്ലാവർക്കും. പുളി ഇറങ്ങി വരുന്നേ ഉള്ളൂ, പുളി ഒട്ടുമില്ല. പുളി ഇറങ്ങട്ടെ. പുളിയില്ല, സുഖമില്ല. പുളി ഇറങ്ങി പതുക്കെ വരട്ടെ, തിളക്കട്ടെ കിടക്കണം കേട്ടാ. അപ്പൊ നമുക്കിനി എന്തായിരുന്നു മുരിങ്ങയില ഒഴിക്കാൻ പോലെ. അതെ, ഇച്ചിരി പുളി കുറവുണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ചെമ്മീൻ പുളി ഉണ്ടല്ലോ, ഇരുമ്പപ്പുളി, അവനെയും കൂടി ഇങ്ങോട്ട് ഇച്ചിരി തട്ടിയേക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ പുളി കുറവാണ് ദേഷ്യം വരും. അപ്പം 2 പുളിയും കൂടെ, 2 അല്ല 3-4 പുളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം പുളി വന്നോളും. ഈ പുളി ഇട്ടാലും ചേട്ടൻ അറിയത്തില്ല ഇതിനകത്ത് ചിരി പുളിയാണോ ഇട്ടേക്കുന്നത് മാങ്ങയാണോ ഒന്നും അറിയത്തില്ല.
അങ്ങനെയാണ് എൻ്റെ ചേട്ടൻ. പാവല്ലേ, മതി. ഇനി ഇപ്പൊ കുഴപ്പമില്ല, ഇനി പൊളിച്ചോളും. നമ്മുടെ പുളിയല്ലേ ഇഷ്ടംമാതിരി കിടക്കുന്ന, പിന്നെ എന്തിനാ വെറുതെ കിടന്ന് പോവല്ലേ. ഇനി അവിടെ കിടന്ന് പതുക്കെ പുളിയൊക്കെ ഇറങ്ങി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി പോയി മുരിങ്ങയില എടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മുരിങ്ങയില ഒരുക്കാം കേട്ടോ. മുരിങ്ങയില ഒരുക്കുന്നത് ഞാൻ തന്നെയുള്ള, അമ്മ ഒരുക്കത്തില്ല കേട്ടോ. കാരണം ഞാൻ തന്നെ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത കണ്ടോ. കാരണം നമുക്കറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ടെന്ന്. 8 കാലി കുഞ്ഞുങ്ങളും 8 കാലി വല ഒരുക്കിയിട്ട് നമുക്കൊന്ന് കഴുകി മുക്കി പൊക്കി എടുക്കണം. നല്ല ഇലയാ കേട്ടോ, നല്ല ഇലയാ. അപ്പം നമ്മള് വെറുതെ 8 കാലിയൊക്കെ തിന്നേണ്ട കാര്യമില്ലല്ലോ. കണ്ണ് കാണാൻ മേലാത്തവരെ ഒരുക്കിയിട്ട്. ചൊറിച്ചില് രോഗം അല്ല തന്നെ ചൊറിച്ചിലാണ്. അതിന്റെ കൂടെ നമുക്ക് നല്ല ഇലയാ കേട്ടോ. ഒറ്റ സാധനം ഇതിനകത്ത് കാണുന്നില്ല. ഈ എല്ലാവർക്കും ഇതറിയാവോ, ബട്ടർഫ്ലൈയുടെ മുട്ടയുണ്ട് ഈ ഇതിനകത്ത്. ഞാൻ എങ്ങനെയാണ് അത് ഇങ്ങനെ കണ്ട, എന്നിട്ട് ഇങ്ങനെ എടുക്കും കണ്ട. ഇതും ഇതൂടെ ഒന്നിച്ചെടുക്കും. ഇത് ഇങ്ങനെ എടുക്കണേ. എന്നിട്ട് ഇത് ഇങ്ങനെ ഊരണം കണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ. അപ്പൊ തണ്ടിനെ നമുക്ക് ഇങ്ങനെ കിട്ടും കണ്ട. അങ്ങനെയാണ് ഞാൻ. ബട്ടർഫ്ലൈ മുട്ടയുണ്ട് ഇവിടെ. ഇതിനകത്തൊന്നും കാണുന്നില്ല കേട്ടോ. ചില മുരിങ്ങയിലല്ലേ പുതിയ ഇലയായിട്ടാ. നമ്മുടെ അശ്വതിയമ്മയുടെ ഇലയാ. അയ്യോ, അവള് നല്ല സുരക്ഷിതമായിട്ട് നോക്കുന്നത് എന്റെ കൂട്ടുകാരി. കൂട്ടുകാരി തന്നൊന്നും അല്ല, ബന്ധക്കാരല്ല അമ്മ. നമ്മൾ അച്ഛൻ വീട്ടുകാരാ, അച്ഛൻ വീട്ടുകാരാ അവരൊക്കെ. അപ്പൊ ഇത് ഒരുക്കട്ടെ, അല്ലെ നമ്മുടെ വീഡിയോ നീണ്ടുപോകും കേട്ടോ. മുരിങ്ങയില ഒരുക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ രജ്മായി എടുത്തതാ വേകാനിട്ടേക്കുക. ഇതിന് നല്ല വേവാട്ടോ. ഞാനിത് കുറച്ച് വെച്ചിട്ടേ ഇല്ല, ആദ്യമായിട്ട് വെക്കുമായിരുന്നു. ചേട്ടൻ അവിടെ സൗദിയിൽ എന്നും ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഭയങ്കര ഗുണമുള്ള സാധനം ഇത് കേട്ടോ. രാജമ്മ ഇന്ത്യക്കാരുടെ മെയിൻ ആഹാരമാണെന്നാണ് പറഞ്ഞത്. ഇത് ചപ്പാത്തിക്കറിക്കൊക്കെ സൂപ്പറാണ്. ഞാൻ യൂട്യൂബിലും കണ്ടിട്ടുണ്ട്. നല്ല വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ആദ്യമായിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പേടിയായിരുന്നു. എത്ര വേവുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഇനിയിപ്പം മനസ്സിലായി. ഓ, ഇത് വല്ലാത്ത രാജമ്മ തന്നെ. നമ്മുടെ രാജമ്മയുടെ പേരാ ഈ പയറിന്. രാജമ്മ, രജ്മ ഇതൊക്കെ പറയും പയറിന് കേട്ടോ. അതോ ഇതുണ്ടോ, ഞാൻ വലിപ്പം നോക്കി കാണാവോ, കണ്ടോ എന്തൊരു വലിപ്പം. എന്തോ വെൻപേലിനൊക്കെ ടേസ്റ്റ് ആട്ടോ. എന്തായാലും നല്ലതായിട്ട് വേണ്ട. മുരിങ്ങയിലക്കായാലും കടുകൊക്കെ വറുത്തു. നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തേക്കാം. മുരിങ്ങയില ഏറെ വെളിച്ചെണ്ണ ഒഴിച്ച് മെഴുക്കുവരട്ടി പരുവത്ത് കിടക്കും കേട്ടോ. ഇവിടെ തേങ്ങ അധികം ഇഷ്ടമില്ല. ഈ കുറച്ചിടും. ഈ കുറച്ചിട്ട് പതുക്കെ കിടന്ന് വേണം. ഇത് വെക്കുമ്പോഴെല്ലാം എൻ്റെ വിചാരം മുഴുവൻ ആരെയാണെന്നറിയാവും. എൻ്റെ കണ്ണിനകത്ത് വരുന്നത് അങ്കമാലി ചേച്ചി, നന്ദിനി ചേച്ചി. ആ ചേച്ചിയും കൂടെ എനിക്കിങ്ങനെ വരും മനസ്സിൽ. കാരണം ആ ചേച്ചി 2 ചേച്ചിമാരും ഈ മുരിങ്ങ ഇലവർഗ്ഗമൊക്കെ വെക്കും. അതാണ് ആ ചേച്ചിമാരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഇലയൊക്കെ കൂട്ടിയ സൗന്ദര്യം ഉണ്ടായിരിക്കുന്ന അവർക്ക് 2 പേർക്കും അല്ലേ. ഞാൻ പണ്ട് തൊട്ടേ ഇലവർഗ്ഗം കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ. ഇളക്കി കൊടുത്ത് കളച്ചിടാവേ. നമ്മുടെ മിനിക്ക് ശ്രീദേവി പുള്ളിക്കാരിക്ക് മെഴുക്കുവരട്ടി ഇഷ്ടം. നല്ല കേട്ടോ. അവളെ ഞാൻ ഇന്നാളെ കളിയാക്കി. എങ്ങനെയാണ് മുരിങ്ങയില മെഴുക്കുവരട്ടി വെക്കുന്നതെന്നൊക്കെ. ഞാനൊരു ദിവസം ഏറെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചപ്പല്ലേ അതിൻ്റെ കുട്ടൻസ് പിടി കിട്ടിയത്.
നല്ലതാ. വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇവിടെ പിന്നെ ഇച്ചിരി തേങ്ങയില്ലേ, നല്ല ഇഷ്ടമില്ല. ശകലം തേങ്ങ കൂടുതലും ചേട്ടൻ ഇഷ്ടമില്ല, ശകലം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. തേങ്ങ ഇട്ടില്ലേലും പ്രശ്നമില്ല. എന്തും മുരിങ്ങയില അരിഞ്ഞ് എടുക്കാൻ നോക്കിയിട്ട് അറിയാലോ എല്ലാവർക്കും ഇലവർക്ക് എടുക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അല്ലേ. ശകലം നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് ശകലം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. തേങ്ങയും മഞ്ഞപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി അതൊക്കെ കിടന്ന് അവിടെ മൂക്കട്ടെ. രാത്രി കഞ്ഞിയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. നേരത്തെ അങ്ങോട്ട് ഇതിനകത്തോട്ട് എടുത്ത് അങ്ങോട്ട് വെക്കും തിളപ്പിച്ച്. ഞങ്ങൾ 8:30 കഴിക്കാറാകുമ്പോഴത്തേക്കും വെന്ത് നല്ല വേശിലിരിക്കും അവിടെ. അപ്പം അങ്ങോട്ട് ചൂട് കഞ്ഞി അങ്ങോട്ട് കുടിച്ചാൽ മാത്രം മതി. ശരിയല്ലേ? ഇച്ചിരി വെള്ളമോടെ കുടിക്കട്ടെ. തൊണ്ടുവരെ നമ്മൾ പിന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ചിനെ അമ്മയ്ക്ക് സ്പെഷ്യൽ നാരങ്ങ അമ്മ പിഴിഞ്ഞു കൊടുത്ത് കുടിച്ചു. ഞങ്ങൾക്ക് ചൈനീസ് ഓറഞ്ച് അമ്മയ്ക്ക് ഗ്ലാസ്സിന് പിടിക്കുമെന്ന് പറച്ചില് നമുക്കറിയില്ല. സൂപ്പറാ. ഇവിടെ ആര് വന്നാലും പ്രത്യേകിച്ച് വെള്ളം കലക്കണ്ട, അപ്പൊ തന്നെ ഇവിടെ നിർത്തും കൊടുക്കാം എന്നുണ്ടല്ലോ. കഴുകട്ടെ. എല്ലാം കഴുകാണെല്ലാം കഴുകണ്ട. രാജ്മ വെന്തോന്ന് നോക്കാവേ. രാജമ്മ എന്ന പേര് കാണണോ? പയറിന്റെ വലിപ്പം കാണണോ? പിടിച്ചോ. ഇത് രാത്രിയിലത്തെ കഞ്ഞിക്കാം. ചമ്മന്തിയും കഞ്ഞി കുടിക്കുന്നതന്നെ രാത്രി. പഠിക്കുന്നിടത്തു അടുക്കള എന്തോ മണം വന്നൊന്നും പറഞ്ഞ് ഓടി വന്നതാണോടാ നീ? മുരിങ്ങേല ഏതായാലും കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. മുരിങ്ങേലയോ? ആയിട്ട് കൊണ്ടുവരാം. അമ്മയുടെ മോൻ തന്നെ. ഇപ്പം നമ്മുടെ പയറാണ്. ഇതാ പയർ എല്ലാത്തിലും നിറച്ച് കായായി കേട്ടോ. ചിലതൊക്കെ മൂത്ത് കേട്ടോ. നമുക്ക് മൂത്ത പയറിനെയൊക്കെ പറിക്കണം അല്ലേ? മൂത്തതിനെയൊക്കെ പറിക്കാം. ഇതാ ഇത് മൂത്ത കേട്ടോ. ഒത്തിരി മൂത്ത് പോയാലും കൊള്ളത്തില്ലല്ലോ. ഇതിനെ അങ്ങ് പറിച്ചേക്കാം. ഇതാ ഇതിനകത്തും ഉണ്ട് കുറേ പയർ. ഇതിനകത്തും കുറേ മൂത്ത പയറൊക്കെ ഉണ്ട്. നമുക്കതിനെ പറിച്ചേക്കാം. ഇത് മൂത്തില്ല, നമുക്ക് തോരനൊക്കെ ഉള്ള പരുവായി. ഇനിയുണ്ട്, അപ്പുറത്തുണ്ട്, ഇതപ്പുറത്തുണ്ട്. ഇതെല്ലാം അങ്ങ് പറിച്ചേക്കാവേ. ഇവിടെ ഉണ്ടോ? ഇതിലും ഉണ്ട്. കണ്ടോ? നമുക്കൊരു തോരൻ വെക്കാനുള്ളതുണ്ടല്ലേ. നിലത്ത് കിടക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പയർ. കണ്ടോ? അപ്പം നമുക്ക് ഇത്രയും പയർ ഇന്ന് കിട്ടി കേട്ടോ. ആദ്യമായിട്ട് പറിച്ചതാണ്. ഒരാൾ ചോറുണ്ണാൻ വന്ന് റെഡി ആയിരിക്കുക കേട്ടോ. ഇവിടെ ഞങ്ങൾ വിളമ്പാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വിളമ്പാൻ നോക്കിയിരിക്കുവാണേ. അപ്പോഴേ ചോറൊക്കെ വിളമ്പട്ടെ. ചോറ് ആദ്യം മുൻഗണന നമ്മുടെ ചേട്ടന്. കുറച്ച് മതിയെന്ന് പറഞ്ഞു. വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു. ഇച്ചിരി ചോറ് വിളമ്പാം. വേണമെങ്കിൽ എടുക്കാലോ. ആർക്കാ സുഖമില്ലോ? വേണമെങ്കിൽ എടുത്താൽ മതി. അത് ശരി. ചമ്മന്തി, നമ്മുടെ ചമ്മന്തി, നമ്മുടെ മുരിങ്ങയില തോരൻ. അമ്മയെ കൊണ്ടാ വീഡിയോ പിടിപ്പിക്കുന്നത്. ദൈവത്തിനറിയാം എന്റെ തല മാത്രമേ ഉള്ളൂ. ദൈവത്തിനറിയാം എന്റെ തല മാത്രമേ ഉള്ളൂ. അല്ല വിളമ്പെന്ന് കാണുന്നുണ്ട്. അപ്പൊ മുരിങ്ങയില, പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരു എല്ലാം കൂടെ വന്നിട്ട് വിളമ്പാം.
പിന്നെ വെള്ളവും കൂടെ എടുത്തു നോക്കാം. തൈര് എടുത്തോണ്ട് വരട്ടെ. പിന്നെ കഴിക്കാൻ പിടിക്കട്ടെ. കഴിക്കാം. ബാ കഴിക്കട്ടെ. എന്നാടി നീലു, ദാ അമ്മയുടെ ക്യാമറ കണ്ടിരിക്കുന്നേ. വാടി, ഇവിടെ കാണാവോ? കാണാലോ അല്ലേ? അപ്പൊ നമ്മള് വർത്താനം പറയുന്ന പോലെ തോന്നി. അപ്പൊ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. നമ്മുടെ ആദിത്യ ഭഗവാൻ എന്നെ തന്നെ നോക്കി അങ്ങ് ഉറ്റു നോക്കി നിൽക്കുവാണ്. ഇപ്പൊ ഭയങ്കര ചൂടാണല്ലേ. ഞങ്ങൾ ചായ കൂടി എല്ലാം കഴിഞ്ഞു. എല്ലാവരും അമ്മയും ഞാനും ചായ കൂടി കഴിഞ്ഞു. ഇത് നിക്കിയാട്ടോ, ഈ നിൽക്കുന്നത്. ഇവിടെ വന്നേ, നിൽക്കുന്നു. ഒരു ദിവസം ഇവളെ ഞങ്ങൾ ഉടുപ്പൊക്കെ ഇടിച്ച്, ഇവളെ വേണ്ട, ഇവളൊന്നും അടങ്ങിയിരിക്കത്തില്ല. ഇക്കുറിനെ ഉടുപ്പൊക്കെ ഇടിക്കാം കേട്ടോ. ഉടുപ്പൊക്കെ ഇടിച്ച് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി വാലൊക്കെ ഇട്ട് ഒരുക്കിയൊക്കെ ഇരുത്തി കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ തോന്നുവേ. അപ്പോൾ പിന്നെ മടി വരും. ഇത് കണ്ട് ഈ കപ്പളങ്ങ കാണാവോ? ഇതിൻ്റെ കപ്പളങ്ങ കാണാവോ? കാണത്തില്ലല്ലേ. അപ്പം നമ്മൾ വീഡിയോയുടെ കാര്യം പറയുവാണെങ്കിൽ എല്ലാവരും നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്താൽ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? 3000 ചില്ലുവാന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെയാണ്. ഇപ്പം സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ടെന്ന് നോക്കാറില്ല. കാരണം ഇന്നലെ ഒന്ന് ചകഞ്ഞ് നോക്കി എത്രയുണ്ടെന്നുള്ളത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കമൻറ്റിനകത്ത് ഞാൻ അല്ല കമൻ്റ് ശ്രീദേവി ചേച്ചിയോടാണ് അല്ല കലച്ചേച്ചി വന്നു. ഞാൻ എന്തോ പറഞ്ഞു, ഞാനൊക്കെ ആരാ, നമ്മളൊക്കെ ആരാ മൈൻഡ് ചെയ്യുന്നത്, എന്തോ ചുമ്മാ തമാശയിൽ എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ജയാണ്. ഇപ്പോൾ അന്നേരമാണ് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. 1000 ആകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും നോക്കുമായിരുന്നു 1000 ആയോ എന്ന്. കാരണം നമ്മുടെ ആ ഒരു ഇത് വരണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഹവേഴ്സും ആണ് ഞാൻ വേണ്ടിയത്. അതിന് വേണ്ടി നോക്കിയത്. പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കാറില്ല. ഇപ്പം ഇന്നലെയാന്ന് തോന്നി ഞാൻ നോക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം ആ കമൻറ്റ് പറഞ്ഞപ്പോഴും ഞാൻ നോക്കി. ഇന്നലെ നോക്കിയപ്പോൾ 3000 ചില്ലുവാൻ എത്രയാന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. 3000ൻ്റെ മേളിലുണ്ട്. അത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഞാൻ പൊങ്ങത്ര അടിച്ചതല്ല. ഞാൻ പറയട്ടെ, കാര്യമൊന്ന് പറഞ്ഞു വന്നോട്ടെ, നിങ്ങൾ എന്നെ തല്ലല്. സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്ക് എത്രേ ആൾക്കാർ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ എത്ര ശരിക്കും വ്യൂസ് വരേണ്ടതാണ്. നമുക്ക് ആരും കാണുന്നില്ല. എല്ലാവരും കാണുന്നത് ട്യൂ 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 ട്യൂ. ഓടിച്ചു വിടുക, അവിടുത്തെ വിശേഷം പറയുക. ഓടിച്ചു വിടുക, അവിടുത്തെ. സത്യം പറഞ്ഞാലേ നമ്മുടെ സമയം അനുസരിച്ചില്ലേ നമ്മൾ ഒന്നിച്ചൊന്നും ഒരിക്കലും വീഡിയോ കാണാൻ പറ്റത്തില്ല. എല്ലാവർക്കും എൻ്റെ വീട്ടിൽ പണികളുണ്ട്. ഒരു വീഡിയോ ആണെങ്കിൽ അത് ഫുള്ളായിട്ട് ഒന്ന് കാണണം കേട്ടോ. എങ്കിലേ നമുക്കിത് മുമ്പോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലേ നമുക്ക് ദേഷ്യം വരും. ഇത്ര വ്യൂസൊക്കെ വരുന്നുള്ളല്ലോ, ഞാൻ എന്നാ ചെയ്യാൻ, എത്രയൊക്കെ വരുന്നുള്ളല്ലോ എന്നൊക്കെ ആൾക്കാർക്ക്, ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് ഒന്നിച്ച് ഈ വീഡിയോ ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടംമാതിരി വ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. ഞാൻ വടിയെടുത്തതിന് ഒന്നിച്ച് ആരും കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ടീച്ചർ ആവേണ്ടതായിരുന്നു. എല്ലാ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കായിരുന്നു. എല്ലാവരും ഇനിയെങ്കിലും മൊത്തം വീഡിയോ കാണണം, കണ്ടേ മതിയാവും. ഞാൻ ഇപ്പം പുതിയ ഇതിലായിട്ട് കയറിയിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ പുതിയ വീഡിയോസിലോട്ട് ഇന്നൊരു പുതിയ വീഡിയോ കണ്ടു. ഞാൻ ശരിക്കും ആ വീഡിയോയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഏതാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല ചാനൽ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അമ്പലത്തിലൊക്കെ പോയി ആ ദേവിക്ക് പട്ടൊക്കെ കൊണ്ട് പട്ടു സാരി ഓണത്തിന് ഓണക്കോടി മേടിച്ച് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് പട്ട് കൊണ്ടുപോയി ഒരു സാരി. എന്ത് രസമാണ് കാണാൻ സാരി ദേവിയുടെ. ഭയങ്കര രസമുണ്ട് സാരിയെ. പെൺപിള്ളേർക്കാണെങ്കിൽ പാവാട വയ്ക്കാൻ നല്ല രസമാണ്. അത്ര രസമാണ്. അതുകൊണ്ട് കൊടുക്കുന്ന അമ്മയും മോളും ഭർത്താവും കുട്ടിയും കൂടെ പോകുന്നത്. കാറയിലൊക്കെ പോയി അവിടെ ചെന്നിട്ട് ഞാനപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ പറയുന്ന പോലെ തോന്നിയത്. എന്നാ കഥ കേൾക്കാൻ നിൽക്കുക ആൾക്കാരോട് കഥ പറയുമ്പോൾ അവരുടെ ഒരു ഗമ അല്ല, ഒരു കൊഞ്ചല്. അപ്പം ആ അമ്മയോട് പറയാണ്, അമ്മയ്ക്ക് കുറച്ച് നടന്നൊക്കെ പോകാമെന്ന്. അവിടം വരെ അങ്ങേറ്റം വരെ വണ്ടി നടന്നു പോകാം അമ്പലത്തിലോട്ട്. ആ അമ്മയ്ക്ക് വയ്യാട്ടോ, കാലിങ്ങനെ മേല. ഞാൻ പറയുന്നതല്ല, അത് പറയുകയാണേ അമ്മോള് പറയാ. എന്നിട്ട് പറയാ, അയ്യോ അമ്മ കേട്ടാ എന്നെ കൊല്ലുമെന്ന്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ടൈപ്പാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ആ വീഡിയോ. അതുകൊണ്ട് ഞാൻ ഇനി അതിൻ്റെ എല്ലാ ദിവസവും കാണും. എല്ലാ ദിവസവും ഇടുന്നുണ്ടോ ഞാൻ നോക്കും.
പേര് ഞാൻ പറയാവേ, പിന്നെ പറയാം, ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷം, ഇന്ന് രാത്രി ഞങ്ങൾക്ക് കഞ്ഞിയാണ്. അപ്പം ഇന്നത്തെ വിശേഷം ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, ചേട്ടൻ ചിരിച്ചോണ്ട് വരുന്നു എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ പറഞ്ഞ പോലെ ഓർത്തോണം. അന്ന് പുതിയ വീഡിയോയിലോട്ട് അപ്പം നമുക്ക് നാളെ ഇനി പുതിയ വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ പറ വന്ന് പറഞ്ഞേ, പറയടി. ഞാൻ അടിക്കത്തില്ല, വടി കളഞ്ഞു. വടി എടുത്തപ്പോ പേടിയായിപ്പോയി. അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റാ.